ഹായ് ഫ്രണ്ട്സ്, സാബിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. വാഴ, ഡിമോണ്ടി കോളനി, ലവ് സിത്താര, രാമചന്ദ്ര ബോസെൻകോ, വേല, കോട്ടുക്കാളി, CID രാമചന്ദ്രൻ, റിട്ടയർഡ് SI എന്നീ സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷവും നാളെയായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് സെപ്റ്റംബർ മാസം 18-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് രാത്രിയും സെപ്റ്റംബർ 19-ാം തീയതിയൊക്കെ റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസുകളും ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു ബംഗാളി മൂവിയാണ്. തൂഫാൻ എന്നാണ് സിനിമയുടെ പേര്. ഒരു ക്രൈം ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ബംഗാളി മൂവിയാണ്. ഹോയ്ചോയ് OTT പ്ലാറ്റ്ഫോം വഴി ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് ഹിന്ദി ഭാഷയിൽ മിക്കവാറും പിന്നെ റിലീസ് ചെയ്യുന്ന ഹിന്ദി ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഒരു ആക്ഷൻ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. തിരംഗ ബദാര സാമി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ആഹാ തെലുങ്ക് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തെലുങ്ക് മൂവി തന്നെയാണ്. സൊപത്തുലു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴിയാണ് ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്. പര ബെറ്റിന പെങ്കിക്കുറ്റ് ഇബ്ലീസ് 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇന്തോനേഷ്യൻ മൂവിയാണ്. നാളെ, അതായത് സെപ്റ്റംബർ മാസം 19-ാം തീയതി ഉച്ചയോടുകൂടി ഈ ഒരു സിനിമ പിന്നെ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സീരീസാണ്, അതായത് പിന്നെ നമ്മുടെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ സീരീസാണ്. അഗത ഹൗസ് ഓഫ് ഹാർക്കനസ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സയൻസ് ഫിക്ഷൻ, ഫാൻറ്റസി, ആക്ഷൻ, അഡ്വഞ്ചർ, മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് Disney+ ഹോട്ട്സ്റ്റാർ വഴി ഒരു സിനിമ സെപ്റ്റംബർ മാസം 19-ാം തീയതി, അതായത് നാളെ ഉച്ചയോടുകൂടി ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ മൾട്ടി ലാംഗ്വേജിൽ, അതായത് തമിഴ് ഭാഷയിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സീരീസ്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷവും നാളെയായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകൾ ഏതൊക്കെ നോക്കാം. ഏകദേശം 10ഓളം സിനിമകളുടെ അപ്ഡേറ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സിനിമ നമ്മുടെ ആസിഫ് അലി, അമല പോളും ഷറഫുദ്ദീനും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ പിന്നെന്താ പറയുക ഒരു പരാജയം നേരിട്ട സിനിമയായിരുന്നു ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. അടുത്ത 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഒരു സർപ്രൈസ് റിലീസ് ആയിരിക്കും. ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വിടാതെ സർപ്രൈസ് റിലീസ് ആവാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യാൻ തയ്യാറാക്കുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ നാനി, അതുപോലെ തന്നെ SJ സൂര്യ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സരിപ്പോത ശനിവാരം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 26-ാം തീയതിയോ അല്ലെങ്കിൽ 27-ാം തീയതിയോ റിലീസ് ചെയ്യാനുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. മൾട്ടി ലാംഗ്വേജിൽ, അതായത് മലയാളം അടക്കം എല്ലാ ഭാഷയിലും ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മാർവൽ സ്റ്റുഡിയോസിന്റെ ഒരു സിനിമയായിരുന്നു ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറഞ്ഞ സിനിമ. ഒരു മികച്ച വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു. ഈ സിനിമയുടെ OTT റിലീസ് എന്നുള്ള കാര്യങ്ങൾ പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു. ഈ സിനിമ Apple TV+, അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലായിട്ട് ഒക്ടോബർ മാസം 1-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ്. ഡീറ്റെയിൽ OTT റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം Disney+ ഹോട്ട്സ്റ്റാർ വഴി മൾട്ടി ലാംഗ്വേജിലും ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത സിനിമ എന്ന് പറയുന്നത് സൂരി, അണ്ണാമന്നൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കോട്ടുക്കാളി എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോം വഴി സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് രാമചന്ദ്രൻ, റിട്ടയർഡ് SI എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കലാപൻ, ഷാജോണൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഒരു ത്രില്ലർ മൂവിയാണ്. ഇപ്പോൾ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത്, അതായത് ഒക്ടോബർ മാസത്തിൽ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തത് രാമചന്ദ്ര ബോസെൻകോ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ നിവിൻ പോളിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച സിനിമയായിരുന്നു. ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. തിയേറ്ററിൽ ഒരു വൻ പരാജയം നേരിട്ട സിനിമ കൂടിയായിരുന്നു ഈ സിനിമ. ഈ സിനിമയുടെ OTT റിലീസ് എന്നുണ്ടാവുന്നുള്ള പലരും കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജിയോ സിനിമ വഴി ഈ ഒരു സിനിമ അടുത്ത മാസം റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജലധാര പമ്പ് സെറ്റ് ജിയോ സിനിമയിൽ കഴിഞ്ഞ ദിവസം വന്നതാണ്. അപ്പോൾ മലയാള സിനിമകളും അവരെടുക്കാൻ തുടങ്ങി
എന്നുള്ളതാണ്. ഒരു ഇന്റർവ്യൂവിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജിയോയുമായി സംസാരിച്ചുകൊണ്ട് ജിയോ സിനിമയുമായി രാമചന്ദ്ര ബോസൻകോയുടെ പിന്നെ റിലീസിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് തന്നെ ഈ ഒരു സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ജിയോ സിനിമ വഴി രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷെയ്ൻ നിഗം, സണ്ണി വെയിൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത വേല എന്ന് പറഞ്ഞ സിനിമയും ത്രില്ലർ മൂവിയാണ്. ഈ ഒരു സിനിമയും ജിയോ സിനിമയിൽ വരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അടുത്ത മാസങ്ങളിൽ, അതായത് ഒക്ടോബർ മാസങ്ങളിൽ ഈ സിനിമകളൊക്കെ റിലീസ് ചെയ്യാനാണ് കൂടുതൽ ചാൻസ്. എന്തായാലും അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ശോഭിത ദുലിപാല പ്രധാന വേഷം കൈകാര്യം ചെയ്ത ലവ് സിത്താര എന്ന് പറഞ്ഞ സിനിമ ഹിന്ദി ഭാഷയിൽ C5 സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് സീരീസ് ആണ്. ഹൈ കാതൽ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സീരീസ് തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് അരുൾനിധി, അതുപോലെ തന്നെ പ്രിയ ഭവാനി ശങ്കർ എന്നൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഡിമോണ്ടി കോളനി 2 എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് C5 ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. C5 സെപ്റ്റംബർ മാസം 27-ാം തീയതി തമിഴ് തെലുങ്ക് ഭാഷകളിലായിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത മലയാളത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പേ തിയേറ്റർ റിലീസ് ചെയ്ത് ഒരു വൻ വിജയം കരസ്ഥമാക്കിയ വാഴ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. വാഴയും നുണക്കുഴിയും ഒക്കെ ഏകദേശം ഒരേ ദിവസം തന്നെയാണ് റിലീസ് ചെയ്തത്. നുണക്കുഴി ഇതിനു മുമ്പേ റിലീസ് ചെയ്തു, OTT റിലീസ് ചെയ്തു. ഇപ്പോൾ ഈ സിനിമയുടെ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളും ട്രെയിലറും കാര്യങ്ങളൊക്കെ OTT ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. Disney+ Hotstar ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ട് സെപ്റ്റംബർ മാസം 23-ാം തീയതി തിങ്കളാഴ്ച ഈ സിനിമ റിലീസ് ചെയ്യുന്ന OTT റിലീസ് ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഒഫീഷ്യലി അപ്ഡേറ്റ് ആണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കും സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും